താൻ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിലാണ് ആത്മാക്കൾ പിന്നാലെ നടക്കുന്നത്. നീ ആരെയാ കണ്ടത്? അച്ഛൻ പോയ ബുള്ളറ്റ് ഏതോ ഒരു ദ്രോഹി ലോറി കൊണ്ടുവന്ന് കേട്ടിക്കളാം. ഹലോ, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രമോല് നമ്മുടെ പ്രതാപൻ ബോധം കെട്ട് കിടക്കുവായിരുന്നല്ലോ. എപ്പിസോഡിന്റെ എൻഡിങ്ങില് നമ്മുടെ വൈദ്യരും അമ്മയൊക്കെ വന്ന് എല്ലാവരും കൂടെ വെള്ളമൊക്കെ തെളിച്ച് നമ്മുടെ പ്രതാപനും ബോധം വരുത്തുന്നുണ്ടേ. എന്നിട്ട് പ്രതാപൻ പറയുന്നുണ്ട്, അയ്യോ ഞാൻ പ്രയത്തെ കണ്ടേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അലറി കൂകുന്നുണ്ടേ. അപ്പൊ നമ്മുടെ തോമസ് വൈദ്യര് പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ആത്മാവ് നിങ്ങളെ പിന്തുടരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ തന്നെ പ്രതാപൻ ഭയങ്കരമായിട്ട് പേടിച്ച് സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ടേ. അപ്പൊ വൈദ്യരൊക്കെ പോയതിനു ശേഷം നമ്മുടെ അമ്മ പ്രതാപനടുത്ത് ചോദിക്കുന്നുണ്ട്, എടാ നീ ആരെയാടാ കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, കണ്ണന്റെ അച്ഛനെയാണ് അമ്മയെ കണ്ടേ എന്നിങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ മൊത്തത്തിൽ ഇങ്ങനെ ഭീതിജനകമായിട്ടുള്ള ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് കുറെ ചിരിക്കാനുള്ള വകയായി. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഉണ്ണി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. അവളെ എന്ത് ചെയ്യും, എങ്ങനെ മഹാലക്ഷ്മി അടിച്ചിറക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. അപ്പൊ കരുണ വരുന്നുണ്ട്. അപ്പൊ കരുണയുടെ അടുത്ത് നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, ഞങ്ങളുടെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ സ്വത്തുക്കളും അയാൾ ഇങ്ങനെ ഒറ്റയ്ക്ക് വിഴുങ്ങില്ലായിരുന്നു. ഏത് നാറിയ മഹാപാപിയാണാവോ അന്ന് ലോറി വന്നിടിച്ച് എന്റെ അച്ഛനെ കൊന്നത് എന്ന് പറയണം. അപ്പൊ തന്നെ നമ്മുടെ കരുണ ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. ദൈവമേ, ഇയാൾ സത്യവങ്ങാന്ന് പറഞ്ഞാൽ തീർന്നല്ലോ എന്നുള്ള രീതിയിലെ. അപ്പുറത്ത് നമ്മുടെ കരുണ നമ്മുടെ ദുർഗാമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, അവൾ ഒരിക്കലും മനസമാധാനത്തിൽ പ്രസവിക്കില്ല, അവളുടെ കുഞ്ഞിനെ ഞാൻ എന്ത് വില കൊടുത്ത് ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് നമ്മുടെ കരുണ വീണ്ടും വാശിയിൽ തന്നെയാട്ടോ. എന്തായാലും കാത്തിരുന്നതിനെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.